നമസ്കാരം. എൻ്റെ പേര് എസ് വി സുജിത്ത്. ഞാനിവിടെ തുമ്പ സെൻറ്റ് ജോസഫ് കോളേജിനകത്തുള്ള പാട്ടത്തിനടുത്ത് 20 ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്യുവാണ്. ഇതിലിപ്പോൾ 6 ഏക്കർ ഞങ്ങൾ പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. അതിൽ 30,000-ഓളം സൺഫ്ലവർ ഉണ്ട്. ഇതാണ് ഏറ്റവും അട്രാക്ഷൻ ഈ സാധനമാണ്. കാരണം നമ്മൾ സുന്ദരപാണ്ഡിപുരത്തൊക്കെയാണ് തമിഴ്നാട് പോകുന്നത്. അപ്പം ആർക്കും അങ്ങോട്ട് പോകാതെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു സംസ്കാരമാണ് കൃഷി എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ഒരു നമ്മുടെ പുതുതലമുറയ്ക്ക് മനസ്സിലാവുന്ന രീതിയിലെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മെക്കനൈസേഷൻ ആണെങ്കിലും ഇറിഗേഷൻ സിസ്റ്റം ആണെങ്കിലും അതുപോലെ എല്ലാ പച്ചക്കറിയുടെ ഡെമോ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പൂക്കളോടൊപ്പം തന്നെ നമ്മുടെ വെജിറ്റബിളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ കോർപ്പറേറ്റ് മേഖലയിലായിരുന്നു. ഞാൻ 2005 എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ശമ്പളം കിട്ടുന്നതിന് മുമ്പ് കിട്ടിയത് മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റ് ആണ്. ഫുഡ് പോയ്സണായിട്ട് 3 ദിവസം അഡ്മിറ്റ് ചെയ്തു. അതാണ് മെയിൻ സ്പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സേഫ്റ്റി വിട്ട് നമുക്ക് വിഷരഹിതമായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചത്. പിന്നെ ഒബ്വിയസ്ലി നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫാമിലി അറിയാവുന്ന ആൾക്കെല്ലാം ക്യാൻസർ ഉണ്ട്. എൻ്റെ ഫാമിലിയിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. 2011 മുതൽ ഒരു 2 ഇയേഴ്സ് ഞാൻ അവരുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് സംബന്ധമായി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മുടെ മെഷീൻ ലൈക്ക് അവർ ബോഡി എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മെൻ്റലി ഫിനാൻഷ്യലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഡിസ്ട്രോയ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 2015 കല്യാണം കഴിഞ്ഞു. അപ്പം വൈഫ് ക്യാരി ചെയ്യുന്ന സമയം മുതലാണ് എനിക്ക് കുറച്ചുകൂടി അലേർട്ടായി. ഞാൻ ഇതിൽ എൻ്റെ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെ ഒരു അലേർട്ട് എന്നാണ് ഞാൻ ഈ തോട്ട് ഉണ്ടായത്. അങ്ങനെ ഇൻസ്ലി ഐ വാസ് സ്ട്രഗിൾ എ ലോട്ട്. 2022 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മികച്ച പച്ചക്കറി കർഷകരുടെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടി, ഹരിതമിത്ര. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ 20 ഏക്കറിൽ 30ഓളം മേലെ പച്ചക്കറികൾ കൃഷി ചെയ്യുവാണ്. നമ്മൾ സേഫ്റ്റി വിട്ട് വെള്ളാനി കാർഷിക കോളേജിൻ്റെ സയൻറ്റിസ്റ്റുകൾ നമ്മൾ കേരള അഗ്രി യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ പല സ്ഥലത്തുള്ള പ്രഗത്ഭരുടെ അവരെ ഗൈഡൻസിൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മൾ 100% വിഷരഹിതമാണെന്നുള്ള അഷുറൻസ്, സേഫ്റ്റി വീറ്റാണെന്നുള്ള ഒരു അഷുറൻസ് തരുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. നമ്മളൊരു അഗ്രി സ്റ്റാർട്ടപ്പാണ്. അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മൾ പുതുതലമുറ ഇപ്പം പല എൻഗേജ്മെൻറ്റും പോകുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനും ഈ കാർഷിക മേഖലയിൽ ഇപ്പം ഉള്ള ആൾക്കാർ പണി നിർത്തുവാണ്. അപ്പം ഇതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്ത് നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഡെമോ മോഡലാണ് ഞങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആരവ് 2025 എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ പേരിടാൻ കാര്യം എൻ്റെ മോൻ്റെ പേര് ആരവ് എന്നാണ്. അപ്പം മോനായത് മുതലാണ് ഞാൻ ഈ ഒരു കൃഷിയിലേക്ക് തിരിയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. മോനും ഇപ്പോൾ ഏകദേശം ഡിസംബർ 8 വയസ്സാവും. അപ്പം ഓൾമോസ്റ്റ് 8-9 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ പേരിട്ടിരിക്കുന്നത്. നമ്മളിത് നിങ്ങൾ വരേണ്ടത് നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് വരുവാണെങ്കിൽ മരീൻ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ് ഒരു പാർവതിപുത്രൻ്റെ പാലമുണ്ട്. പാലം കഴിഞ്ഞ് റൈറ്റ് എടുക്കുക. സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ ബാക്ക് ഗേറ്റാണ് വരേണ്ടത്. അതുപോലെ നമ്മൾ തീരദേശ റോഡ് വരുവാണെങ്കിൽ കിൻഫ്ര കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുക്കുക. പാലത്തിന് മുമ്പ് ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് എടുക്കുമ്പോൾ കാണാൻ പറ്റും ആരവെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന്.